നിനക്ക് ഇനിയെങ്കിലും എൻ്റെ കൂടെ വന്നുകൂടെ അന്ന? അവളുടെ അരക്കെട്ടിലൂടെ കൈ ചുറ്റി ദേവ അത് ചോദിക്കുമ്പോൾ അവൻ്റെ ശബ്ദം ഇടറിയിരുന്നു. അവളുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു. അവൻ കാണാതെ അവളത് തുടച്ചു മാറ്റുമ്പോൾ അവളുടെ ഹൃദയം പിടഞ്ഞിരുന്നു. ഇനി എന്തിനു വേണ്ടിയാ നീ ഇങ്ങനെ ജീവിക്കുന്നേ? ആർക്കു വേണ്ടി? ഒരു മനുഷ്യസ്ത്രീ ആയിട്ട് പോലും നിന്നെ ഇവർ കണ്ടിട്ടില്ല അന്ന. അത് എന്നെക്കാൾ നന്നായി നിനക്കറിയാം. പക്ഷെ നീ അത് മനഃപൂർവ്വം മറക്കുന്നു. ജനിപ്പിച്ച ആളുകളെ സ്നേഹിക്കേണ്ട എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ നിനക്കൊരു ജീവിതം വേണ്ടേ? കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് 6 വർഷമായി പെണ്ണെ. നമുക്ക് ജീവിക്കണ്ടേ? നീ ആഗ്രഹിച്ചതുപോലെ കുഞ്ഞുകുട്ടികളുമായി നിനക്ക് വന്നൂടെ എൻ്റെ കൂടെ? ദേവാ, ഞാൻ വരില്ല. നമ്മുടെ റിലേഷൻഷിപ്പ് അവസാനിച്ചതല്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെയൊരു കാത്തിരിപ്പ്? അവൾ ഇടറിയ ശബ്ദത്തോടെ അവനോട് ചോദിച്ചു. പറ്റില്ല അന്ന, നീ ഇല്ലാതെ ഈ ദേവയ്ക്ക് പറ്റില്ല. ഒരു മതത്തിൻ്റെ പേരിലും നിന്നെ കൈവിടാൻ എനിക്ക് കഴിയില്ല. കാരണം ഞാൻ ദേവയാണ്. ദേവ, ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്ക്. എനിക്ക് കഴിയില്ല. അപ്പൻ്റെ വാക്ക് ധിക്കരിച്ച് നിൻ്റെ ഒപ്പം വരാൻ. നീ കാത്തിരിക്കേണ്ട. അമ്മച്ചി പറയുന്ന കുട്ടിയെ വിവാഹം കഴിക്കൂ. ഞാൻ വിവാഹം കഴിക്കുന്നത് അവിടെ നിൽക്കട്ടെ. എന്താ നിൻ്റെ പ്ലാൻ? ഇങ്ങനെ ഇരിക്കാനാണോ? ദേവാ, അത് പ്ലീസ് എന്നോടൊന്നും ചോദിക്കരുത്. അവൾ മുഖം തിരിച്ച് ടെറസിൻ്റെ പടിയിറങ്ങി തുടങ്ങി. അവളുടെ പുറകെ വന്നവൻ കയ്യിൽ പിടിച്ചു. വിട്. അവൾ കുതിറി മാറി തിരിഞ്ഞു. തൻ്റെ മുന്നിൽ നിൽക്കുന്ന രൂപത്തെ കണ്ടവൾ ഞെട്ടി നോക്കി. അമ്മച്ചി! അവളുടെ ചുണ്ടുകൾ മുഴിഞ്ഞു. അവരവരെ രണ്ടുപേരെയും തുറച്ചു നോക്കി. ദേവയെ കണ്ടവരുടെ കണ്ണുകൾ ചുവന്ന് കലങ്ങി കോപം കൊണ്ട് വിറച്ചു. കേറി പോടി അകത്ത്! ഇതിനായിരുന്നോ നീ തനിച്ച് മുകളിൽ പോയിരുന്നത്? പിഴച്ചവളെ! അവളെ തല്ലാനായി കൈ ഉയർത്തിയ അവരുടെ കൈകൾ ദേവയുടെ ബലിഷ്ഠമായ കൈകൾ തടഞ്ഞു. മിണ്ടിപ്പോവരുത്. അവളുടെ അമ്മച്ചി ആയതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല എന്ന് കരുതി അവളെ എന്തും ചെയ്യാനുള്ള അനുവാദമല്ല. അവളെ തേടി ഞാനാണ് വന്നത്. നിങ്ങളുടെ ഭർത്താവ്, അതായത് അവളുടെ അപ്പൻ ചാർലി പറയാതെ അവൾ എൻ്റെ കൂടെ വരില്ല. ഞാനായൊരു ബന്ധവും അവൾ സ്ഥാപിക്കില്ല. ഇന്ന് ഞാനാണ് അവളെ തേടി വന്നത്. അതിൻ്റെ പേരിൽ അവളുടെ ദേഹത്ത് കൈവച്ചാൽ അടങ്ങിയിരിക്കില്ല ദേവ. ചുവന്ന കണ്ണുകളുമായവൻ പറഞ്ഞു. അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അവർ ഒന്നും പറയാതെ അന്നയെ ഒന്ന് നോക്കി അകത്തേക്ക് പോയി. അന്ന അവൻ പോകുന്നത് ഒരു നിമിഷം നോക്കി നിന്നു. കൺമുന്നിൽ നിന്നവൻ മറഞ്ഞപ്പോൾ അവൾ അകത്തേക്ക് കയറി. തൻ്റെ മുറിയിൽ കയറി വാതിലടച്ചവൾ ശബ്ദമില്ലാതെ കരഞ്ഞു. അവളുടെ ഓർമ്മകൾ പുറകോട്ട് പാഞ്ഞു. +2 കഴിഞ്ഞ് നേഴ്സിങ്ങിന് ചേർന്ന മെഡിക്കൽ കോളേജിലെ ആദ്യ ദിവസം അവിടെ കാലെടുത്ത് വെച്ചതും ഒരടിയുടെ ഇടയിലേക്കാണ്. അതിനിടയിൽ ആരോ ഉയർത്തിയ ഹോക്കി സ്റ്റിക്ക് തലയിലേക്ക് കൊണ്ടവൾ ബോധം മറഞ്ഞു വീഴുമ്പോൾ അവളെ ആരോ താങ്ങിപ്പിടിച്ചു. അത് അവനായിരുന്നു, അജയ്. ദേവയുടെ വലങ്കൈ. ഹോക്കി സ്റ്റിക്ക് ഇരുന്നതാവട്ടെ ദേവയുടെ കയ്യിലും. അവളെ പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിലാക്കിയപ്പോഴേക്കും അവന് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. പിന്നെയും അവളെ അവൻ കണ്ടു. അവൻ 3ാം വർഷം MBBS വിദ്യാർത്ഥിയായിരുന്നു. അവൾ 1ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിയും. കഥ തുടങ്ങുന്നത് ഒരു വെക്കേഷനാണ്. വെക്കേഷന് നാട്ടിൽ പോയ ദേവ തിരിച്ചു വന്നത് മനസ്സിൽ ഒരു പ്രണയവുമായിട്ടാണ്. അന്നയോടുള്ള പ്രണയം. 1 മാസം കൊണ്ട് അസ്ഥിക്ക് പിടിച്ച പ്രണയം. അവരുടെ പ്രണയം കണ്ടാൽ ആരും കൊതിച്ചു പോകും. കാലങ്ങൾ കഴിയും തോറും അവരുടെ പ്രണയം വീഞ്ഞു പോലെയായി. പഴകും തോറും അതിന് സ്വാദം കൂടി വന്നു. ദേവ കോളേജ് കഴിഞ്ഞ് ആ നാട്ടിലെ തന്നെ വലിയ ഹോസ്പിറ്റലിൽ ജൂനിയറായിട്ട് കയറി. ലൈഫ് നല്ല ഒഴുക്കോടെ പോകുന്നു. ഏകദേശം 1 മാസം കഴിഞ്ഞ് ഒരു ദിവസം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിരുന്നപ്പോഴാണ് ദേവയെ കാണാൻ ആരോ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത്. റൂമിലേക്ക് ഇരിക്കാൻ പറയാൻ പറഞ്ഞു. വേഗം കഴിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റു. ചെന്നപ്പോൾ ഒരു 50-55 വയസ്സുള്ള ഒരാൾ. മുഖത്ത് നല്ല ഗൗരവമാണ്. ഒരു ചിരിയോടെ ദേവ ഇരിക്കാൻ പറഞ്ഞു. കസേര വലിച്ച് അയാൾ അമർന്നിരുന്നു. പേരെന്തെന്നുള്ള ദേവയുടെ ചോദ്യത്തിന് അയാൾ തിരിച്ചൊരു ചോദ്യമാണ് ചോദിച്ചത്. എൻ്റെ മകളുമായി നിനക്ക് എന്താ ബന്ധം? ദേവയുടെ കയ്യിലിരുന്ന പേന ഒന്ന് വിറച്ചു. പതറിയ മുഖത്തോടെ അവൻ അയാളുടെ മുഖത്തേക്ക് നോക്കി. അയാളൊരു ഭാവമാറ്റവും ഇല്ലാതെ അവനെ നോക്കി. എനിക്ക് അവളെ ഇഷ്ടമാണ്. അവൾക്കും. പതിഞ്ഞ സ്വരത്തിൽ അവൻ പറഞ്ഞു. അറിയാം, അവളോടുള്ളത് ഞാൻ പറഞ്ഞോളാം. ഇത് നിനക്കുള്ള താക്കീതാണ്. ഈ ചാർലി ജീവിച്ചിരിക്കുമ്പോൾ ഇത് നടക്കത്തില്ല. ഞങ്ങൾ പ്രണയിച്ചു പോയി. മതവും ജാതിയും ഒന്നും നോക്കിയില്ല. പിന്നെ എൻ്റെ വീട്ടിലെല്ലാവർക്കും സമ്മതമാണ്. അവളെ നോക്കാനുള്ള ജോലിയുണ്ട്. അതിനപ്പുറം നോക്കേണ്ട കാര്യമുണ്ട് പപ്പ. അയാൾ അവൻ്റെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കി. അവൻ്റെ ചാരക്കണ്ണുകളിൽ അപേക്ഷയായിരുന്നുവെന്ന് അയാൾ തിരിച്ചറിഞ്ഞില്ല. ഒരുതരം വാശി അയാളിൽ വന്നു നിറഞ്ഞു. ഞാൻ പറയുന്നത് നീ കേട്ടാ മതി. പിന്നെ വിളിച്ചിറക്കി കൊണ്ടുപോകാമെന്നൊന്നും നീ വിചാരിക്കണ്ട.
അങ്ങനെയൊന്നും സംഭവിക്കില്ല. അവളെ എൻ്റെ മോളാ. ഇനി അങ്ങനെ എന്തെങ്കിലും അവളുടെ മനസ്സിലുണ്ടേൽ രണ്ടിനെയും വെട്ടി തുണ്ടം തുണ്ടാക്കും ഞാൻ. ഭീഷണിയുടെ സ്വരത്തിൽ അയാൾ പറഞ്ഞെണീറ്റു പോയി. അവൻ കസേരയിലേക്ക് തളർന്ന് ചാരിയിരുന്നു പോയി. തങ്ങളുടെ പ്രണയത്തിന് ലേശം പോലും കറുപ്പില്ലായിരുന്നു ഈ വർഷങ്ങൾക്കിടയിൽ, ഒരു നിമിഷം പോലും. എൻ്റെ സമ്മതമില്ലാതെയോ തെറ്റായ രീതിയിലോ ഈ ഒരു ബന്ധം പോയിട്ടില്ല. അവൾ കണ്ണുകൾ തുടച്ച് എണീറ്റു. നാളെ മനസ്സമ്മതമാണ് തൻ്റെ അനിയത്തിയുടെ, അവൾക്കിഷ്ടപ്പെട്ട ആളുടെ ഒപ്പം. അവളുടെ പ്രണയത്തിനെ സംബന്ധിച്ച അപ്പന് എന്തുകൊണ്ട് ദേവയെ അംഗീകരിക്കാൻ കഴിയാത്തതെന്ന് ഒരുപാട് ചിന്തിച്ചതാണ്. അറിയില്ല. ഒരു നിശ്വാസത്തോടെ അവൾ ഷെവറിൻ്റെ അടിയിൽ നിന്നു. മനസ്സ് വേകുന്നുണ്ട്, നെഞ്ചു പൊടിയുന്നുണ്ട്. അപ്പൻ അന്ന് തുടങ്ങിയ അവഗണനയാണ്. ചില നേരം മരിച്ചു കളഞ്ഞാലോ എന്ന് തോന്നും. പിന്നെ തോന്നും എന്തിനു വേണ്ടി. കണ്ണുകൾ തുടച്ചവൾ കണ്ണാടിയിൽ ഒന്ന് നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. കഴിയുന്നില്ല. മനസ്സ് വിങ്ങുന്നത് കൊണ്ടാകും. വിളറി വെളുത്ത തൻ്റെ മുഖം അമർത്തി തുടച്ചവൾ പുറത്തേക്ക് നടന്നു. മനസ്സമ്മതം നന്നായി കഴിഞ്ഞവൾ പുറത്തേക്കിറങ്ങി അപ്പനും അമ്മച്ചിയും തൻ്റെ അനിയത്തിയുടെ വീട്ടുകാരുമായി സംസാരിച്ചിരിക്കുന്നു. കഴിക്കാനായി പുറത്തേക്കിറങ്ങിയവൾ മുൻപിൽ നിൽക്കുന്ന ആളെ കണ്ടു ഞെട്ടി. ഇച്ഛൻ. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഓടിപ്പോയവൾ ആ നെഞ്ചിൽ ചാഞ്ഞു. ദേവയുടെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു ഇച്ഛനെന്ന ഇവാൻ. അതുമല്ല, അന്നമ്മയുടെ അമ്മച്ചിയുടെ ബന്ധുവിൻ്റെ മകൻ കൂടിയാണിവാൻ. ദേവയുടെയും അന്നയുടെയും ബന്ധത്തിന് കൂട്ടുനിന്നതും എല്ലാ സപ്പോർട്ടും കൊടുത്തതും ഇവാൻ എന്ന ഇച്ഛനാണ്. കരയാതെ അന്നു. അവളുടെ തലയിൽ തലോടിയവൻ അവളെ തന്നിൽ നിന്ന് അകറ്റി നിർത്തി പറഞ്ഞു, അവൻ വന്നിരുന്നു അല്ലേ? ഒരു നേർത്ത മൂളൽ മാത്രമേ അവളിൽ നിന്നും വന്നുള്ളൂ. നിനക്ക് പൊയ്ക്കൂടായിരുന്നോ? എന്തിനാ നീ ആ വീട്ടിലിങ്ങനെ? കാര്യം അവൻ പറഞ്ഞ പോലെ നിന്നെ വളർത്തി വലുതാക്കിയത് അവർ തന്നെയാണ്. പക്ഷേ നിന്നോടൊരു ദയ പോലും കാണിക്കാതെ നിന്റെ അനിയത്തിക്ക് വിവാഹം, അതും അവൾ സ്നേഹിച്ച ചെറുക്കനെ. എന്തിനാടി നിന്നോടിങ്ങനെ അവഗണന കാണിക്കുന്നേ? നിനക്ക് ചോദിച്ചോടെ അപ്പനോട്? എനിക്കറിയില്ല ഇച്ച. അപ്പൻ എന്നോട് മിണ്ടിയിട്ട് വർഷങ്ങളായി. ഒരേങ്ങലോടെ അവൾ പറഞ്ഞപ്പോൾ ഞെട്ടിയത് ഇവാനാണ്. അന്ന പറഞ്ഞു കേട്ട അവളുടെ അപ്പൻ അങ്ങനെ ആയിരുന്നില്ല. എടി കൊച്ചേ, നീ എന്നതാടി ഈ പറയണേ? അപ്പം മിണ്ടിയിട്ടില്ലെന്നോ? അതിന് നീ എന്നാ അതിനു മാത്രം തെറ്റ് ചെയ്തേ? ഒരാളെ സ്നേഹിച്ചതോ? നീ ഒന്നും മിണ്ടാതെ നിൽക്കല്ലേ കൊച്ചേ. നീ അല്ലേലും പണ്ട് മുതലേ എല്ലാം ഉള്ളിലൊതുക്കലാണല്ലോ ഈ സ്വഭാവം. ദേ ഇപ്പോൾ അവനും തുടങ്ങിയിട്ടുണ്ട്. അവനത് പറഞ്ഞപ്പോൾ അവൾ തല ഉയർത്തി ചോദ്യഭാവത്തിൽ നോക്കി. നീ നോക്കണ്ട, ദേവയുടെ കാര്യമാണ് പറഞ്ഞേ. വീട്ടിൽ വന്നിരിപ്പുണ്ട്. നാളെ അവൻ പോവാന്നാ. നിനക്ക് അവനെ വന്നൊന്ന് കണ്ടൂടെ? നിങ്ങൾ രണ്ടും ഇങ്ങനെ കിടന്ന് എന്തിനാ ഇങ്ങനെ രണ്ടിടത്ത് കിടന്ന് വേവുന്നേ? ഒന്നായിക്കൂടെ നിങ്ങൾക്ക്? അവൻ നിന്നെ പൊന്നുപോലെ നോക്കില്ലേ അന്നു? എനിക്കറിയാം ഇച്ച, ഇച്ചനേക്കാൾ നന്നായി എനിക്കറിയാം. പക്ഷേ അപ്പൻ്റെ വാക്കിനപ്പുറം എനിക്ക് ഒന്നും സാധിക്കില്ല. ആ കൈകൊണ്ട് ചേർത്ത് വെച്ചാൽ ഞാൻ സന്തോഷത്തോടെ ദേവിയുടെ ഒപ്പം പോകും. ഇടറിയ ശബ്ദത്തോടെ അവൾ പറഞ്ഞു. അതിന് നിന്റെ അപ്പൻ ഈ ജന്മത്ത് സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അറിയില്ല. അവളുടെ സ്വരം പതിഞ്ഞിരുന്നു. എന്നാ നീ എവിടെ ഇരുന്നു? അവസാനം എല്ലാം കഴിയുമ്പോൾ നിനക്ക് ആരുമില്ലാതെ ആവരുതന്നു. അന്ന് ചിലപ്പോൾ ചേർത്ത് പിടിക്കാൻ നിന്റെ അപ്പം പോലും കാണില്ല. അവനൊന്ന് നിർത്തി തുടർന്നു. ദേവയും. ഇവാൻ അത് പറഞ്ഞ് തിരിഞ്ഞു നടന്നു. അവൻ്റെ വാക്കുകളിലെ ദൃഢത അവളിൽ ഭയമുണർത്തി. നെഞ്ചിൽ കൈവച്ചവൾ കർത്താവിനെ മനസ്സുരുകി വിളിച്ചു. രാത്രിയിൽ മഴ ആർത്തു പെയ്യുമ്പോൾ അവൾ ഒന്നും അറിയാതെ ഇവാൻ്റെ വാക്കുകളിൽ കുടുങ്ങിക്കിടന്നു, ഉറങ്ങാതെ. അതേസമയത്ത് ദേവയും ഉറങ്ങാതെ കിടന്നു. അവൻ്റെ ഇടംകണ്ണിൽ നിന്നും ഒരു കണ്ണുനീർത്തുള്ളി ഒഴുകി ബെഡിലേക്ക് വീണു. നെഞ്ചു നീറുന്നുണ്ടായിരുന്നു അവന്. അവൻ്റെ ഓർമ്മകൾ പതിയെ പുറകോട്ട് സഞ്ചരിച്ചു. ഒരു വെക്കേഷൻ കാലത്ത് നാട്ടിൽ പോയ ദിവസങ്ങൾ. 2 ആഴ്ചത്തേക്ക് പോയത്. മുത്തശ്ശി 1 മാസം ആക്കിയപ്പോൾ മനസ്സില്ലാ മനസ്സോടെ അവിടെ നിന്നു. പിറ്റേന്ന് രാവിലെ എണീറ്റപ്പോൾ വീട്ടുമുറ്റത്ത് നമ്മുടെ ഇച്ചായൻ പ്രസൻ്റാണ്, പള്ളിയിൽ പോകണമെന്ന്. ഞാൻ അവനെ സൂക്ഷിച്ചു നോക്കി. എന്തോ ഉടായിപ്പുണ്ടല്ലോ, ഞാൻ മനസ്സിലോർത്തു. അതുപോലെ തന്നെയായിരുന്നു. ഏതോ പെണ്ണിനെ കഴിഞ്ഞ ദിവസം കണ്ട് സ്പാർക്കടിച്ചെന്ന്, കഴുത്തിയാൽ കൊന്ത കണ്ടെന്ന്. അതിനാണ് ഈ പള്ളി വിസിറ്റ്. അങ്ങനെ വണ്ടിയെടുത്ത് പള്ളിയിലേക്ക്. ഞങ്ങൾ പള്ളിയിലെത്തിയപ്പോൾ പ്രാർത്ഥനയാണ്. പുറത്തു നിന്നു. 15 മിനിറ്റ് കാത്തിരിപ്പിന് ശേഷം എല്ലാവരും പുറത്തേക്ക് വന്നു. ഇച്ചായൻ അവൻ്റെ പെണ്ണിനെ തപ്പിത്തടയുന്നതിനിടയിലാണ് എൻ്റെ മിഴികൾ പടികളിറങ്ങി വന്നൊരു പെൺകുട്ടിയിൽ ഉടക്കിയത്. ഒരു നിമിഷമോ നിമിഷങ്ങളോ അവളിൽ താൻ കുടുങ്ങിക്കിടന്നു. എന്തോ ഒന്ന് അവളിലേക്ക് ആകർഷിക്കുന്നത് പോലെ. ഏതോ ഒരു നിമിഷത്തിൽ അവളുടെ കണ്ണുകളും എന്നെ തേടി വന്നപ്പോൾ ആ കണ്ണുകൾ വിടർന്നിരുന്നുവോ? അറിയില്ലായിരുന്നു. പക്ഷെ അവൾ ഓടി വന്നവൻ്റെ പേര് വിളിച്ച് മിണ്ടിയപ്പോൾ അത്ഭുതമായിരുന്നു. പിന്നെയാണ് ചമ്മലോടി ഞാൻ അറിഞ്ഞത്, നമ്മുടെ കോളേജിൽ തന്നെയുള്ളതാ ഇച്ഛൻ്റെ പെണ്ണിൻ്റെ കൂട്ടുകാരി.
പിന്നീടുള്ള ദിവസങ്ങൾ ഇച്ഛൻ്റെ പ്രണയത്തിന് കാവലായിരുന്നു. ഇച്ഛൻ്റെ പ്രണയത്തിന് പച്ചക്കൊടി കാണിച്ച് വീട്ടുകാർ രണ്ടും കൈകൊടുത്തു. അങ്ങനെയിരിക്കെ അവർക്കൊരു എക്സാം അങ്ങ് വയനാട്. അങ്ങനെ തലേന്നിനായിട്ട് യാത്ര തുടങ്ങി. അന്നാണ് എല്ലാം മാറി മറിയുന്നത്. എക്സാം കഴിഞ്ഞ ഒരു ദിവസം കൂടി തങ്ങാനുള്ള പ്ലാനുമായി അവിടം ചുറ്റിക്കറങ്ങാനിറങ്ങി. അവരെ തനിച്ചു വിട്ട് ഞങ്ങൾ രണ്ടാളും വേറെ ഒരു പാറപ്പുറത്ത് കയറിയിരുന്നു. കലപില ചിലയ്ക്കുന്ന അവൾ അന്നെന്തോ മൗനം പൂണ്ടു. ഞാൻ എൻ്റെ ക്യാമറ എടുത്ത് പ്രകൃതി ഭംഗിയിൽ ഫോട്ടോകൾ എടുത്തു തുടങ്ങി. എപ്പോഴും എൻ്റെ ക്യാമറ കണ്ണുകൾ അവളിലേക്ക് ഫോക്കസ് ചെയ്തു. എന്നെ തന്നെ മറന്ന് ഞാൻ നിന്നുപോയി. അവളുടെ കണ്ണുകൾ എന്നിലേക്ക് വന്ന് പതിച്ചപ്പോൾ ക്യാമറ മാറ്റി ഞാൻ തിരിഞ്ഞു നിന്നു. അവൾ എണീറ്റ് എൻ്റെ അടുത്തേക്ക് വന്നതും ഞാൻ തിരിഞ്ഞത് ഒരുമിച്ചായിരുന്നു. അവളുടെ കാലൊന്ന് തെന്നി. ഉയർന്ന നെഞ്ചിടിപ്പോടെ അവളെ ഞാൻ ചുറ്റിപ്പിടിച്ചു, തന്നിലേക്ക് അണച്ചു. എൻ്റെ നെഞ്ചിടിപ്പ് മനസ്സിലാക്കിയോ അതോ ഭയന്നിട്ടോ അവൾ എന്നിലേക്ക് ചേർന്ന് നിന്നു. നിമിഷങ്ങൾക്ക് ശേഷം എൻ്റെ നെഞ്ചിൽ നിന്നവൾ തലയെടുത്തപ്പോൾ എന്തോ എന്ന് വിങ്ങി. അവളെൻ്റെ മുഖത്തേക്ക് നോക്കി. ഭയന്നോ? അവൾ എന്നോട് ചോദിച്ചു. ഞാൻ മൂളി. അത്രയ്ക്കിഷ്ടമാണോ എന്നെ? അവൾ ചോദിച്ചു. ആ ചോദ്യം സത്യത്തിൽ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. ഞാൻ അറിയുന്നുണ്ടായിരുന്നു എല്ലാം. പിന്നെ ഇച്ഛൻ പറഞ്ഞിരുന്നു ഈ കള്ളക്കാമുകൻ്റെ മനസ്സ്. അവളത് തുറന്നു പറയുമ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞു. ഇനിയെങ്കിലും പറഞ്ഞൂടെ എന്നോട്? അവൾ ചോദിച്ചു. ഒരു കൈയിൽ ക്യാമറയും മറുകൈയിൽ അവളെയും ഞാൻ ചുറ്റിപ്പിടിച്ചു. ചെവിയിൽ പതിയെ പറഞ്ഞു, ഇഷ്ടമാണ്, ഒരുപാട്. അങ്ങനെ എന്തിനെന്നൊന്നും അറിയത്തില്ല, കണ്ടപ്പോൾ ഒരു സ്പാർക്ക്. ഐ ലവ് യു. അതും പറഞ്ഞവൻ അവളെ ഒന്നുകൂടി ചേർത്ത് നിർത്തി. ആ നെറ്റിയിൽ തൻ്റെ ചുണ്ടുകൾ ചേർത്തു. അന്നു മുതൽ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. അവസാനം തമ്മിൽ പറഞ്ഞു പിരിയുമ്പോഴും എനിക്കും അവൾക്കും ഒരുപോലെ അറിയാമായിരുന്നു ഇതിനൊരു അവസാനം ഉണ്ടാവില്ലെന്ന്. ഓർമ്മകളിൽ നിന്ന് മുക്തനായി അവൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു. രാത്രിയും പകലും കടന്നുപോയി. വർഷം 3 കഴിഞ്ഞു. ഇന്നും അവൻ അവളുടെ സമ്മതത്തിനായി കാത്തിരിക്കുന്നു. അവൾ അവളുടെ അച്ഛൻ്റെ സമ്മതത്തിനും. ഇന്നവൻ UK ഫേമസ് ഹോസ്പിറ്റലിൽ ഗൈനക്കോളജിയിൽ വർക്ക് ചെയ്യുന്നു. കൈപുണ്യമുള്ള ഡോക്ടർ എന്ന പേരും അവനുണ്ട്. അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം മലയാളികളും അവൻ്റെ അടുത്താണ് തൻ്റെ ഭാര്യമാരെ ചെക്കപ്പിന് കൊണ്ടുവരുന്നത്. അങ്ങനെ ഒരു ദിവസം ദേവ തൻ്റെ ക്യാബിനിലിരുന്നപ്പോഴാണ് ഇച്ഛൻ ഓടി വന്നത്. ഡാ അവൾ ഞാൻ കണ്ടു, ഐ തിങ്ക് കല്യാണം. ഇച്ഛൻ നിന്ന് കിതയ്ക്കുകയാണ്. എന്താ ഇച്ഛ, നീ എന്തിനാ ഇങ്ങനെ പട്ടി കിതയ്ക്കുന്നത് പോലെ കിതയ്ക്കുന്നേ? ഡാ ഞാൻ കണ്ടു അവളെ. ആരെ കണ്ട കാര്യമാണ്? ദാ വെള്ളം കുടി, അവൻ ബോട്ടിൽ നീട്ടി പറഞ്ഞു. ഇച്ഛൻ കിതപ്പൊന്ന് മാറിയപ്പോൾ പറഞ്ഞു, ദേവാ അവൾ അന്ന ഇവിടെ ഞാൻ കണ്ടു. പക്ഷേ അവൻ അത്ഭുതത്തോടെ ഇച്ഛനെ നോക്കി. വാട്ട്, ഇവിടെയോ? ഇച്ഛന് തോന്നിയതാവും. അല്ല, ഞാൻ കണ്ടതാ. കൂടെ വേറൊരു സ്ത്രീയും ഉണ്ട്. സത്യമാണോ ഇച്ഛ? എനിക്ക് അവളെ കാണണം. അവൻ അത്യധികം സന്തോഷത്തോടെ പുറത്തേക്ക് നടക്കാനാഞ്ഞു. പോവണ്ട, അവൾ ഇങ്ങോട്ട് തന്നെയാ വരുന്നേ. ഇച്ഛൻ പറഞ്ഞത് കേട്ട് അവൻ സംശയഭാവത്തിൽ നോക്കി. ഐ തിങ്ക് അവളുടെ മാരേജ് കഴിഞ്ഞു. ഷീസ് പ്രഗ്നൻറ്റ്. ഇച്ഛൻ എന്താ പറഞ്ഞേ? ഒരു നിമിഷത്തെ മരവിപ്പിന് ശേഷം അവൻ ചോദിച്ചു. എടാ അത് അവൾ ഗർഭിണിയാണ്. വാട്ട്? ദേവാ റിലാക്സ്, നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി അന്വേഷിക്കാം. എടുത്തു ചാടരുത്, ഓക്കെ? ഞാൻ വരാതെ ഒന്നും ചെയ്യരുത്. ദേവയുടെ തോളിൽ തട്ടിയിട്ട് ഇച്ഛൻ പുറത്തേക്ക് പോയി. ദേവ അപ്പോഴും ഇച്ഛൻ പറഞ്ഞ വാക്കുകളിൽ സ്തംഭിച്ചു നിൽക്കുകയായിരുന്നു. നോ, അവൾക്ക് വേറൊരാളെ. അവന് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. കസേരയിലേക്ക് അവൻ തളർന്നിരുന്നു. കണ്ണിൽ നിന്നും ചുടു കണ്ണീർ അവൻ്റെ കവിളിലേക്ക് ഒഴുകിയിറങ്ങി. 15 മിനിറ്റ് കഴിഞ്ഞ് ഇച്ഛൻ ക്യാബിനിൽ വരുമ്പോൾ ദേവ വിദൂരത്തേക്ക് കണ്ണുനട്ട് നിൽക്കുകയായിരുന്നു. ഇച്ഛൻ അവൻ്റെ തോളിൽ കൈവച്ചപ്പോൾ ഞെട്ടിത്തിരിഞ്ഞു. എന്താ ഇച്ഛ അറിഞ്ഞേ? പറ. ദേവൻ അവൻ്റെ ഷർട്ടുലച്ച് ചോദിച്ചു. നമ്മൾ ഭയപ്പെടുന്നത് പോലെ ഒന്നുമില്ലടാ. അവളുടെ അനിയത്തിക്ക് വേണ്ടി ബലിയാടായതാണ്. ഞാനറിഞ്ഞത് സത്യമാണെങ്കിൽ അവളുടെ അച്ഛനും കൂടെ അറിഞ്ഞ ഈ കളി നടന്നിരിക്കുന്നേ. സറോഗറ്റ് മദർ. അതും അനിയത്തിക്ക് കുഞ്ഞുണ്ടാവാത്തോണ്ടല്ല, അവൾക്ക് പ്രസവിക്കാൻ പറ്റാഞ്ഞിട്ട്. അതിന് കൂട്ടു നിൽക്കാൻ അവളുടെ പുന്നാര ഭർത്താവും. അതിൽ ബലിയാടായത് നിന്റെ പെണ്ണും. അവളുടെ സ്വഭാവം നിനക്കറിയാലോ. ആരെന്തു പറഞ്ഞാലും സ്നേഹത്തിൻ്റെ പേരിൽ അനുസരിക്കും. ഇതും അതുപോലെയാവും. ഇച്ഛൻ പറഞ്ഞു നിർത്തി. എന്തിനാ ഇച്ഛ അവള് ഇങ്ങനെ? എനിക്ക് നെഞ്ചു വിങ്ങുന്നു. അവൻ ഇച്ഛൻ്റെ തോളിലേക്ക് ചാരി. എനിക്കറിയാം, പക്ഷേ ഇവിടെ നീ സ്ട്രോങ് ആയി നിൽക്കണം. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? എന്താ ഇച്ഛൻ്റെ പ്ലാൻ? പറയാം. ഇപ്പോഴല്ല, ആദ്യം നീ അവളെ ഒന്ന് കാണും, എന്നിട്ടാകാം.
പേഷ്യൻസ് ഓരോരുത്തരായി വന്നു തുടങ്ങി അവൻ പരിശോധിക്കാനും. 25ാമത്തെ ചീട്ട് നമ്പർ ആയിരുന്നു അവളുടേത്. തൻ്റെ ഊഴം കാത്തവൾ പുറത്തിരുന്നു. തൻ്റെ വീർത്ത വയറൽ അവൾ വാത്സല്യത്തോടെ തലോടി. കൂടെ വന്ന സ്ത്രീയെ അവൾ നോക്കി. അവർ തൻ്റെ ഫോണിൽ ബിസിയായിരുന്നു. അവൾക്ക് തൻ്റെ അവസ്ഥയിൽ സ്വയം സഹതാപം തോന്നിപ്പോയി. തൻ്റെ കൂടപ്പിറപ്പിന് വേണ്ടിയാണ് ഈ വേദന സഹിക്കാൻ പോകുന്നത്. അതും അപ്പയുടെയും അമ്മച്ചിയുടെയും സമ്മതത്തോടെയാണ്. ഈയൊരു ദൗത്യം. എന്നിട്ടും അമ്മച്ചി തൻ്റെ കൂടെ വന്നില്ല. അത്രയ്ക്ക് വെറുപ്പാണോ ഈ മകളോട്? അവളുടെ ഹൃദയം വിങ്ങി. അകത്തേക്ക് കയറുമ്പോൾ അവളുടെ ഹൃദയം എന്തിനെന്നില്ലാതെ പിടച്ചു. പതുക്കെ കസേരയിലേക്ക് അവൾ അമർന്നിരുന്നു. മേശയിൽ വെച്ചിരുന്ന ബോർഡ് അവൾ തല ഉയർത്തി വായിച്ചതും ഒരു മിന്നൽ ദേഹത്തുകൂടെ കടന്നു പോയതുപോലെ തോന്നി. ദേവ. അവൾ തല ഉയർത്തി അവനെ നോക്കി. അവരുടെ കണ്ണുകൾ ഒന്നിടഞ്ഞെങ്കിലും അവൻ കണ്ട ഭാവം നടിച്ചില്ല. അവളുടെ കേസ് ഷീറ്റ് വായിച്ചു നോക്കിയവൻ അവൾക്ക് നേരെ നോക്കി പറഞ്ഞു, ബെഡിലേക്ക് കയറി കിടന്നോളൂ. അവൾ പതുക്കെ എണീറ്റ് അവൻ ചൂണ്ടിയ ബെഡിന് നേരെ നടന്നു. അവൻ്റെ കണ്ണുകൾ വയറിലേക്കായിരുന്നു. ഡോക്ടർ എന്ന റോളിൽ അവൻ നന്നായി അവളെ ചെക്ക് ചെയ്തു. പതിയെ എണീറ്റ് അവൾക്ക് വയറിൽ എന്തോ കൊളുത്തി വലിക്കുന്നത് പോലെ തോന്നി. അവൾ കൈകൾ നീട്ടി അവൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു. അവളുടെ പിടിയിൽ അവൻ ഞെട്ടി അവളെ ചേർത്ത് പിടിച്ചു. പേടിക്കണ്ട, വാ, അവൻ പതിഞ്ഞ സ്വരത്തിൽ അവളോട് പറഞ്ഞു. അവളെ കസേരയിൽ കൊണ്ടിരുത്തി അവൻ കൂടെ വന്ന സ്ത്രീയോട് പറഞ്ഞു, അധികം പണിയൊന്നും ചെയ്യിപ്പിക്കണ്ട. പിന്നെ വിളർച്ചയുണ്ട്. നന്നായി വെള്ളവും നാരുള്ള ഭക്ഷണവും കഴിപ്പിക്കണം. പിന്നെ നടക്കുന്നത് നല്ലതാണ്. ഞാൻ വിറ്റമിൻ ഗുളികകൾക്ക് കുറിച്ചിട്ടുണ്ട്. താങ്ക് യു ഡോക്ടർ. വരൂ മേഡം, അവർ അന്നയോട് പറഞ്ഞു. അവളൊന്ന് മൂളി. അവൾ അവൻ്റെ മുഖത്തേക്ക് ഒരു നിമിഷം നോക്കി നിന്നു. പെട്ടെന്നാണ് കൂടെ വന്ന സ്ത്രീയുടെ ഫോൺ അടിച്ചത്. മേഡം, ഒരു 5 മിനിറ്റ്, ഞാനിപ്പോൾ വരാം. ഇവിടെ ഇരിക്കുമോ? താങ്ക് യു. അവർ പുറത്തേക്ക് പോയി. അവൻ അവളുടെ മുഖത്തേക്കൊന്നും നോക്കിയില്ല. പെട്ടെന്ന് വാതിൽ തുറന്നൊരു കൊച്ചു പെൺകുട്ടി വന്നു. പപ്പ. ആ കുട്ടി ഓടി വന്ന് ദേവയുടെ മടിയിൽ കയറി. ആ പപ്പയുടെ ചുന്ദരി വന്നോ? എവിടെ അമ്മ? വന്നുണ്ട് പപ്പ. കുഞ്ഞിൻ്റെ ചോക്ലേറ്റ് താ. ആ കള്ളി, അതിനല്ലേ എൻ്റെ മടിയിൽ കയറിയത്? അവൻ കുഞ്ഞിനെ ഇക്കിളിയിട്ടുകൊണ്ട് പറഞ്ഞു. അവൾ കുണുങ്ങിച്ചിരിച്ചു. അവരുടെ കളികൾ കണ്ട് അന്നയുടെ കണ്ണുകൾ നിറഞ്ഞു. ദേവ മറ്റൊരാളുടെ ആയി എന്ന സത്യം അവൾക്ക് ഉൾക്കൊള്ളാനാവുന്നതായിരുന്നില്ല. തൊണ്ടയിൽ നിന്നും ശബ്ദം പുറത്തേക്ക് വരാത്തതുപോലെ. കുഞ്ഞവളെ നോക്കിച്ചിരിച്ചു. ആൻറ്റിയുടെ വയറ്റിൽ വാവ ഉണ്ടല്ലേ? ഉവല്ലോ. ഞാൻ തൊട്ടോട്ടെ? അതിനെന്താ, തൊട്ടോ. കുഞ്ഞി, വാ ഇങ്ങോട്ട്. പ്ലീസ് പപ്പ. മോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? 3 ബിയിൽ. ആഹാ. അവൾ സംശയത്തോടെ അവനെ നോക്കി. അവൻ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. പപ്പ, ഞാൻ അപ്പാടെ അടുത്ത് പോവാണേ. ബായ്. ബൈ. കുഞ്ഞു പോയതും അവൻ അവളുടെ അടുത്തേക്ക് നടന്നു. അവൻ്റെ കൈകൾ അവളുടെ വീർത്തുന്തിയ വയറിൽ തഴുകി ചുറ്റിപ്പിടിച്ചു. ചെവിയിൽ അവൻ പറഞ്ഞു, നീ എന്നതാ കൊച്ചെ കരുതിയേ? നിന്നെ വിട്ട് ഞാൻ വേറെ കെട്ടിയെന്നു. ഒന്നും മിണ്ടാതെ അവൾ അവനിലേക്ക് ചേർന്ന് നിന്നു. ഞാൻ നിന്നെയും കൊണ്ടേ പോകൂ. കുസൃതിയോടെ അവൻ മുഴിഞ്ഞു. അവളുടെ ചുണ്ടിൽ ചെറുപുഞ്ചിരി വിടർന്നു. പിന്നെ നീ ഈ കാണിച്ചതിന് അത് ഞാൻ പിന്നെ തരാം കേട്ടോടി, മദർ തെരേസേ, അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. വാതിൽ തുറക്കുന്നത് കേട്ട് ദേവ അവളെ വിട്ടുനിന്നു. ആ സ്ത്രീ കയറി വന്ന് പറഞ്ഞു, മേഡം വരൂ, പോകാം. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ എന്നാ, അവൻ ഊന്നി പറഞ്ഞു. അവർ പോയി കഴിഞ്ഞപ്പോൾ അവൻ്റെ ചുണ്ടുകളിൽ പുഞ്ചിരി വിടർന്നു. നിന്നെ ഞാൻ എടുത്തോളാം, പിന്നെ കൊടുക്കാനുള്ളവർക്ക് ഞാൻ കൊടുത്തോളാം, അവൻ മനസ്സിൽ പറഞ്ഞു. തിരികെ വീട്ടിൽ ചെന്നവൾക്ക് പിന്നെയും ഏകാന്തത കൂട്ടായി. അമ്മച്ചി പോലും ഈ മുറിയിലേക്ക് വരാറില്ല. ഏത് കൂടപ്പിറപ്പിന് വേണ്ടിയാണോ താൻ ഇത് ചെയ്യുന്നത്, അവൾ പോലും തന്നെ ഒറ്റപ്പെടുത്തി. എല്ലാവരും ഉണ്ടായിരുന്നു തന്നെ ഇതിന് സമ്മതിപ്പിക്കാൻ. ഇപ്പോൾ അവൾ മൗനമായി തേങ്ങി. മാസങ്ങൾ കഴിഞ്ഞുപോയി. നെക്സ്റ്റ് വീക്കാണ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. കാലിലൊക്കെ നീരായി. എണീറ്റ് നിൽക്കാനും ഇരിക്കാനും പറ്റുന്നില്ല. രാത്രിയിൽ വേദനയും. അവൾ വലഞ്ഞുപോയി. അവളുടെ അവസ്ഥയിൽ അവളുടെ അനിയത്തിയും ഭർത്താവും ഗൂഢമായി ചിരിച്ചു. പിറ്റേന്ന് അവർ ഹോസ്പിറ്റലിലെത്തി ദേവയെ കാണാൻ. എനിക്ക് അന്നയുടെ അനിയത്തിയാണ് ഞാൻ. ഇത് എൻ്റെ ഭർത്താവ്. ഓക്കെ, ആൾക്ക് കുഴപ്പമില്ല, അവൻ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുന്നേ അവർ ഇടയിൽ കയറി പറഞ്ഞു. ഞങ്ങൾ അതിനല്ല ഡോക്ടർ വന്നത്. പിന്നെ? ഫയൽ മടക്കിയവൻ അവരുടെ മുഖത്തേക്ക് നോക്കി. അത് അവർ പരസ്പരം നോക്കി. അവസാനം അവൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഡോക്ടറുടെ ഒരു ഹെൽപ്പ് വേണം അന്നയുടെ കാര്യത്തിൽ. താൻ കാര്യം പറയൂ, എന്നാലല്ലേ എനിക്ക് സഹായിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയാൻ കഴിയൂ. അത് അവർ വീണ്ടും വിക്കിയപ്പോൾ ദേവയ്ക്ക് എന്തോ സംശയം തോന്നി. അവൻ ഫോൺ എടുത്ത് റെക്കോർഡ് ഓണാക്കി ഫോൺ ഫ്ലൈറ്റ് മോഡിലാക്കി ടേബിളിൽ വെച്ചു. അത് ഡോക്ടർ, അന്നയുടെ പ്രസവം ഇതോടെ നിൽക്കണം. അതിന് ഗർഭപാത്രം എടുത്ത് കളയണം. അതിനാണ്. ദേവ നടുങ്ങിപ്പോയി. ആ കുട്ടി കല്യാണം കഴിച്ച് കുട്ടികളായതാണോ? അവൻ സ്വബോധം വീണ്ടെടുത്ത് ചോദിച്ചു. അല്ല. പിന്നെ? എത്ര വേണേലും തരാൻ ഞങ്ങൾ തയ്യാറാണ്.
അവനൊന്നും മിണ്ടാതെ അവരെ നോക്കി. അവൻ്റെ മനസ്സിൽ പുഞ്ചിരിച്ച് ചോദിച്ചു, എത്ര തരും? അവൻ്റെ ആ ചോദ്യത്തിൽ അവരുടെ മുഖം തെളിഞ്ഞു. 50 ലക്ഷം? നോ, പൈസ വേണ്ട. അവൻ ഗൂഢമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ അവളെ എങ്ങ് തന്നേക്ക്, ഞാൻ നോക്കിക്കോളാം. ജീവിതകാലത്തേക്കല്ല, ഒരു 6 മാസത്തേക്ക്. അത്രയ്ക്കങ്ങ് പിടിച്ചുപോയി. അവൻ്റെ മറുപടിയിൽ അവർ പരസ്പരം നോക്കി. ഓക്കെ, സമ്മതം പറഞ്ഞവർ പിരിഞ്ഞു. അവർ പോയി കഴിഞ്ഞതും അവൻ്റെ കണ്ണുകളിൽ പകയാളി. എൻ്റെ പെണ്ണിനെ കൊല്ലാൻ എനിക്ക് കൊട്ടേഷൻ. കൊള്ളാം, മനസ്സിൽ പറഞ്ഞവൻ കസേരയിലേക്കിരുന്നു. 2 ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ അവൾക്ക് വേദന ഉണ്ടായി. ഹോസ്പിറ്റലിൽ എത്തിച്ചവർ ലേബർ റൂമിലേക്ക് കയറി. കയറുന്നതിന് മുൻപ് അവൻ അവരെ നോക്കി. വിരലുയർത്തി അവർ ഓക്കെ പറഞ്ഞു. ചിരിയോടെ അവൻ അകത്തേക്ക് കയറി. 2 മണിക്കൂർ കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ഒരു പെൺകുട്ടിയെ അവൻ കൈ പൊതിഞ്ഞു പിടിച്ചിരുന്നു. പെൺകുട്ടിയാണ്, അവൻ പറഞ്ഞു. അവരുടെ മുഖം ചുളിഞ്ഞു. കാര്യം മനസ്സിലായ അവൻ തിരിച്ചു കുഞ്ഞിനെ കൊണ്ടുപോയി അന്നയുടെ അടുത്ത് കിടത്തി. അവളുടെ തലയിൽ തലോടിയവൻ അവിടെ നിന്നിറങ്ങിപ്പോയി. അവൻ്റെ ക്യാബിനിലേക്ക് അനിയത്തിയും ഭർത്താവും കയറി വന്നു. ഹാ, വാ ഇരിക്കേ. എല്ലാം ഓക്കെ അല്ലേ ഡോക്ടർ? യെസ്, ഓഫ് കോഴ്സ്. അവൾക്ക് ഇനി ഒരമ്മയാവാൻ കഴിയില്ല. അവൻ പറഞ്ഞത് അവരുടെ 2 പേരിലും പകയുടെ അഗ്നിക്ക് ശമനം വരുത്തി. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, വേറെയൊന്നും വിചാരിക്കരുത്. സ്വന്തം ചേച്ചിയല്ലേ, പിന്നെന്തിനാ? അതോ, ഒരു പഴയ കണക്കുണ്ട്, അതിനാ. ഞങ്ങളുടെ പ്രണയത്തിന് അവൾ എന്നും എതിരായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ചില ലഹരിയുടെ പരിപാടിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവൾക്ക് ഞങ്ങൾ ഒന്നിക്കുന്നത് എതിർപ്പായിരുന്നു. പക്ഷെ ഞങ്ങൾ ഒന്നിച്ചു. അപ്പോൾ അവൾക്കിട്ട് ഒരെണ്ണം കൊടുക്കണ്ടേ? ക്രൂരമായ ചിരിയോടെ അവർ രണ്ടും അത് പറയുമ്പോൾ ദേവിയുടെ മനസ്സിൽ ഭയം നിറയുകയായിരുന്നു. എന്തായാലും അവൾ ഇനി നിങ്ങൾക്കുള്ളതാ, ഒരു 6 മാസത്തേക്ക്, അല്ലേ ഡോക്ടറെ? യെസ്, ഞാൻ അത്രയ്ക്ക് മോഹിച്ചു പോയി. മോഹിച്ചതൊക്കെ സ്വന്തമാക്കിയേ എനിക്ക് ശീലമുള്ളൂ, അവനും ചിരിയോടെ പറഞ്ഞു. അപ്പോൾ ഓക്കെ, നമ്മുടെ ഡീൽ ഇവിടെ കഴിഞ്ഞു. അതെ, ഇനി ഒരിക്കലും കാണാതിരിക്കട്ടെ. ശരിയെന്നാ. കൈ കൊടുത്ത് അവർ പിരിഞ്ഞു. റൂമിലേക്ക് മാറ്റി അവളെ കാണാൻ അവർ വന്നു. ചേച്ചി, ഈ ഹോസ്പിറ്റലിൽ തന്നെ കുഞ്ഞിനെ നോക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങളുടെ ആവശ്യമില്ലല്ലോ. അത് മോളെ, നിങ്ങളുടെ കൂടി കുഞ്ഞല്ലേ അത്? അന്ന അത് ചോദിച്ചപ്പോൾ പുച്ഛച്ചിരിയോടെ അനിയത്തിയുടെ ഭർത്താവ് പറഞ്ഞു. പെണ്ണിനെ ഞങ്ങൾക്ക് വേണ്ട, കൂടെ നിന്നെയും. ഒരു ഞെട്ടലോടെയാണ് അന്ന അത് കേട്ടത്. അപ്പം എവിടെ? പിന്നെ തളർന്നു കിടക്കുന്ന നിന്റെ തന്ത എന്തോ ചെയ്യാനാ? അവൾ കണ്ണുകൾ മുറുക്കെ അടച്ചു. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. അവൾ പ്രസവിച്ചിട്ട് 7 മാസം കഴിഞ്ഞു. അവളെ അവർ ഹോസ്പിറ്റലിൻ്റെ തന്നെയുള്ള തണൽ എന്ന സ്ഥാപനത്തിലേക്ക് മാറ്റി. വീട്ടിലുള്ളവർക്ക് വേണ്ടി ജീവിച്ച് താൻ അവസാനം ഇച്ഛൻ പറഞ്ഞതുപോലെ ഒറ്റപ്പെട്ടുപോയി, തോറ്റുപോയി. എൻ്റെ മോൾ, അവൾക്ക് വേണ്ടിയെങ്കിലും ഇനി ജീവിക്കണം. പക്ഷെ എങ്ങനെ? അവൾക്കൊരു രൂപവും കിട്ടുന്നില്ലായിരുന്നു. കുഞ്ഞിൻ്റെ 1ാം പിറന്നാൾ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ആരും വന്നില്ലെങ്കിലും തണലിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. ഹോസ്പിറ്റലിലെ നഴ്സുമാരും ഡോക്ടർമാരും ഒക്കെ ഉണ്ടായിരുന്നു. ദേവയെ അവളുടെ കണ്ണുകൾ പരതി. പക്ഷെ ചെന്നു നിന്നത് ഇച്ഛൻ്റെ മുഖത്തായിരുന്നു. അന്നയുടെ തല താഴ്ന്നു. അവൻ പതിയെ അടുത്ത് ചെന്നവളെ ചേർത്ത് നിർത്തി. അയ്യേ, എൻ്റെ പെങ്ങളൂട്ടി കരയാണോ? നാണക്കേട്. അവൻ കളിയാക്കി. പോടയച്ച, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അവൻ അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ച് തലോടി. ഞങ്ങളില്ലേ നിനക്ക്, കരയാതെ. മൂളി അവൾ കണ്ണുകൾ തുടച്ചു. എത്ര വേണ്ടെന്ന് വെച്ചിട്ടും അവളുടെ കണ്ണുകൾ പിന്നെയും അവനെ തേടി. അവസാനം ഡോറിൻ്റെ അരികിൽ കൈകൾ കെട്ടി നിൽക്കുന്ന ദേവയുടെ മുഖത്തേക്ക് കണ്ണുകൾ പതിഞ്ഞു. ചുണ്ടിൽ കുസൃതിച്ചിരിയോടെ തന്നെ നോക്കി നിൽക്കുന്ന അവനെ കണ്ടതും അവൾ ചമ്മലോടെ കണ്ണുകൾ പിൻവലിച്ചു. അവൻ പതിയെ നടന്നു വന്ന് ഇച്ഛൻ്റെ അരികിൽ നിന്നു. കേക്ക് മുറിച്ച് മോളുവിൻ്റെ പിറന്നാൾ ആഘോഷമാക്കി. എല്ലാവരും പിരിഞ്ഞുപോയി. ഇച്ഛനും ദേവയും അവിടെ നിന്നു. കുഞ്ഞിപ്പെണ്ണ് ഇച്ഛൻ്റെ തോളിലാണ്. അവൻ്റെ കുരിശുമാലയിൽ പിടിച്ച് നല്ല കളിയാണ് പെണ്ണ്. അവൻ വയറ്റിൽ മുഖം ഉരുമുമ്പോൾ കുലുങ്ങിച്ചിരിക്കുന്നുണ്ട് കള്ളി. ദേവ അവളെ ചുറ്റിപ്പിടിച്ചു കഴുത്തിൽ മുഖം പൂഴ്ത്തി. ദേവ, വിട്. ദുർബല ശബ്ദത്തിൽ അവൾ അവനോട് പറഞ്ഞു. അങ്ങനെ വിടാനല്ലല്ലോ പെണ്ണെ നിന്നെ ഞാൻ സ്വന്തമാക്കിയത്. എന്ത്? അവൾ കണ്ണു വീഴ്ച അവനെ നോക്കി. അതെ, നിന്നെ അവരിൽ നിന്നും ഞാൻ സ്വന്തമാക്കിയതാണ്. ഇല്ലായിരുന്നേൽ നിന്നെ അവർ. അവൻ പാതി വാക്കുകൾ വിഴുങ്ങി. അവളെ ചേർത്ത് പിടിച്ച് അവൻ്റെ ഫോൺ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. കേൾക്കണം നീ. ഹെഡ്സെറ്റ് എടുത്തവൻ ചെവിയിലേക്ക് വെച്ചു കൊടുത്തു. ഓരോ വാക്കുകൾ കേൾക്കുമ്പോഴും അവളുടെ ഹൃദയം നുറുങ്ങി. തളർന്നു പോകുന്നുണ്ടായിരുന്നു പെണ്ണ്. അവൻ അവളെ താങ്ങി പിടിച്ചു. ബാക്കി കേൾക്കാനുള്ള ശക്തി അവളിലില്ലായിരുന്നു. അത് മനസ്സിലാക്കിയവൻ ഫോൺ വാങ്ങി പോക്കറ്റിലിട്ടു. അവനെ കെട്ടിപ്പിടിച്ച് ഇക്കാലം അത്രയും മനസ്സിൽ അടക്കിപ്പിടിച്ചത് അവൻ്റെ നെഞ്ചിലവൾ പെയ്തിറക്കി. അവളെ ചേർത്ത് പിടിച്ചവൻ നിന്നു. അവിടെ നിന്നും അവരുടെ ജീവിതം തുടങ്ങുകയായിരുന്നു. ദേവയും അവൻ്റെ അന്നയും പിന്നെ കുഞ്ഞിപ്പെണ്ണും. വർഷങ്ങൾക്ക് ശേഷം പത്രത്തിൻ്റെ മുൻപേജിലുണ്ടായിരുന്നു
സെക്സ് റാക്കറ്റിൻ്റെയും ലഹരിമരുന്നുകളുടെയും മുഖ്യ കണ്ണികളെ വധശിക്ഷയ്ക്ക് വിധിച്ച വാർത്ത അത് കണ്ടെത്തും ദേവയുടെ ചുണ്ടിൽ ഗൂഢപുഞ്ചിരി വിടർന്നു. ആ വാർത്തയുടെ ഫോട്ടോയ്ക്ക് അന്നയുടെ അനിയത്തിയുടെയും ഭർത്താവിൻ്റെയും മുഖഛായയായിരുന്നു. എല്ലാം അറിഞ്ഞിട്ടും ഒന്നും ചെയ്യാൻ കഴിയാതെ കിടന്ന അവളുടെ അപ്പനെയും അമ്മയെയും ഒരു പരിഭവവും കൂടാതെ അവൻ കൂടെ കൂട്ടി. ഇന്ന് ചാർലി പഴയ പോലെ എണീറ്റിരിക്കും, കുഞ്ഞിപ്പെണ്ണിൻ്റെ കൂടെ കളിക്കും. ദേവയും അന്നയും ഇപ്പോഴും പ്രണയിക്കുന്നു, പഴയതിനേക്കാൾ ആഴത്തിൽ. അതിൻ്റെ ബാക്കിയായി കുഞ്ഞിപ്പെണ്ണിന് ഒരു കൂടപ്പിറപ്പ് വരുന്നു. ദേവ അന്നയുടെ വീർത്തിരിക്കുന്ന വയറിൽ പ്രണയത്തോടെ ചുംബിച്ചു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.